എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യം വായിക്കട്ടെ. 5-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ളൊരു ആഹ്വാനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ എങ്ങനെ ആരാധിക്കേണ്ടത്? ഒരുക്കമുള്ള ഹൃദയത്തോടു കൂടെ വേണം. ഒരുക്കമില്ലാതെ പലരും കേവലം ആരാധിക്കാം എന്ന മനോഭാവത്തോടു കൂടെ പോകും. അങ്ങനെയല്ല. ഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ വേണം ആ ഒരുക്കം നമുക്കുണ്ടാകുവാൻ. പ്രിയരെ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം, നിന്റെ കൃപ നിമിത്തമെന്നല്ല പറയുന്നത്, അങ്ങയുടെ കൃപയുടെ ബഹുത്വം നിമിത്തം. അത്രമാത്രം വലുതായിരുന്നു നമ്മുടെ പാപാവസ്ഥ. നമ്മുടെ പാപത്തിൻ്റെ ബഹുത്വം അത്രമാത്രമായിരുന്നതുകൊണ്ട് അതിനെ കവിഞ്ഞൊഴുകുവാനുള്ള കൃപ സ്വർഗത്തിൽ നിന്നും ദൈവം നൽകി. ആ കൃപ നമുക്ക് എവിടെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്? എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ യഹൂദിയിൽ ഉദിച്ച ദൈവത്തിൻ്റെ കൃപ. ആ കൃപ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ആ കൃപയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു തീരാത്ത ദാനമെന്നാണ്. എത്ര വർണ്ണിച്ചാലും, എത്ര പാടിയാലും, എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത ഉന്നതമായിരിക്കുന്ന ദൈവകൃപയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പ്രിയരെ, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വീണ്ടും പറയുകയാ, കൃപയുടെ ബഹുത്വത്താൽ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടുകൂടെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തോടുള്ള ഭയഭക്തിയോടുകൂടെ ആരാധിക്കാം. ഈ ഭയമെന്ന് പറയുന്നത് ദൈവം ഒരുവനെ ശിക്ഷിക്കുന്നു എന്ന ഭയമല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബഹുമാനമാണ്, ഭക്തിയാണ്. ഈ ഭയത്തോടും ഭക്തിയോടും കൂടെ വേണം നാം ദൈവത്തെ ആരാധിക്കുവാൻ. ആ ദൈവം ആരാണ്? എത്ര ഉന്നതനായ, സർവത്തിൻ്റെയും സൃഷ്ടിതാവായിരിക്കുന്ന, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായിരിക്കുന്ന, സ്നേഹവാനായ, നമ്മെ വിടുവിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത ആ മഹാസ്നേഹത്തിൻ്റെ പ്രഭയായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പ്രിയരെ, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മെ ക്രിസ്തുയേശുവിലൂടെ വീണ്ടെടുത്തിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു, ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ, ഒരുക്കത്തോടുകൂടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.